ഹലോ ഫ്രണ്ട്സ്, ചെമ്പനീർപ്പൂ സീരിയലിൻ്റെ ഒരു പുതുപുത്തൻ വിശേഷത്തിലേക്ക് എല്ലാവർക്കും സ്വാഗതം. വരാൻ പോകുന്ന ഒരു അടിപൊളി എപ്പിസോഡ് വിശേഷത്തിലേക്കാണ് നമ്മൾ പോകുന്നത്. എന്താണെന്ന് വെച്ചാൽ നമ്മുടെ ഭാമയും ചന്ദ്രയും കൂടി അങ്ങ് തെറ്റുകയെന്ന് പറഞ്ഞാൽ ഒന്നൊന്നര നല്ല തെറ്റ് തന്നെയാണ് തെറ്റുന്നത്. കാരണം ഭാമ ചന്ദ്രയ്ക്ക് ഡാൻസ് പഠിക്കാനായിട്ട് വീടൊക്കെ അനുവദിച്ച് കൊടുത്തിട്ടുണ്ടായിരുന്നു. അങ്ങനെ ചന്ദ്ര അവിടെ യോഗ കൂടി പഠിപ്പിക്കുന്നുണ്ടായിരുന്നു കേട്ടോ. അങ്ങനെ യോഗ പഠിക്കാൻ വന്ന ഒരാളെയും ഭാമയും കൂട്ടിയിട്ട് മോശമായിട്ടുള്ളൊരു കാര്യം ചന്ദ്ര പറഞ്ഞു പരത്തുകയാണ്. അതിൻ്റെ പേരിൽ ഭാമ ആട്ടി ഇറക്കുക ചന്ദ്ര. എടി ചന്ദ്ര, നിനക്ക് ഞാൻ ഇത്രയധികം സൗകര്യങ്ങളൊക്കെ ചെയ്തു തന്നിട്ട് എൻ്റെ ഒരു ആത്മാർത്ഥ സുഹൃത്തായിട്ട് നിന്നെ കണ്ടിട്ട് നീ എനിക്ക് ഇങ്ങനൊരു പാര പണിതോ? ഇനി നമ്മൾ തമ്മിൽ ഇങ്ങനൊരു ബന്ധമേ വേണ്ടാന്ന് പറഞ്ഞിട്ട് ചന്ദ്രയെ ഭാമ ഇറക്കി വിടുന്നൊക്കെയുണ്ട്. ആ ഒരു വിശേഷങ്ങളിലേക്കാണ് നമ്മൾ പോകുന്നത്. നമ്മുടെ വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്യാനും ആരും മറക്കല്ലേ. അതുപോലെ തന്നെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുകയും ചെയ്യണേ. അങ്ങനെ അവിടെ യോഗ പഠിക്കാൻ വരുന്ന ഒരാളുണ്ടായിരുന്നു കേട്ടോ ചന്ദ്രയുടെ ക്ലാസ്സിൽ. ചന്ദ്രയുടെ ക്ലാസ് നടക്കുന്നത് ഭാമയുടെ വീട്ടിലാണേ. അങ്ങനെ ആ പഠിക്കാൻ വരുന്ന ശിവ എന്ന് പറയുന്ന ഒരാളുണ്ട്, ശിവൻ. അപ്പോൾ ആ ശിവൻ എന്ന് പറയുന്ന ആളും ഭാമയും കൂടി നല്ല കമ്പനി ആവുകയാണ്, നല്ല ഫ്രണ്ട്സാണ്. വേറൊരു രീതിയിൽ മോശമായിട്ടുള്ള ഒരു കണക്ഷനും അല്ല കേട്ടോ. അങ്ങനെ അവർ നല്ല ഫ്രണ്ട്സായിട്ട് ഇരിക്കുകയും അതേസമയം നമ്മുടെ ശിവയാണെങ്കിൽ നന്നായിട്ട് കഥ എഴുതുകയൊക്കെ ചെയ്യുന്ന ആളാണ്. അപ്പോൾ ഈ കഥയൊക്കെ എഴുതുന്നത് ഭാമയെ കൊണ്ട് കാണിക്കുകയും ഭാമയുമായിട്ട് കൂടുതൽ അടുപ്പം കാണിക്കുകയും സംസാരിക്കുകയൊക്കെ ചെയ്യും. അപ്പോൾ ഭാമ ഇത് കേട്ടിട്ട് പറയാം, നിങ്ങൾ നല്ല കലാകാരനാണല്ലോ, നന്നായിട്ടുണ്ട്, നല്ല രസമുണ്ട് നിങ്ങളുടെ കഥകളൊക്കെ കേൾക്കാൻ എന്നൊക്കെ പറഞ്ഞ് അപ്പോൾ ഇവർ രണ്ടും കൂടി ഈ കഥയൊക്കെ വായിക്കും. അങ്ങനെ ഇരിക്കുമ്പോഴാണ് ഒരു ദിവസം നമ്മുടെ രേവതി അവിടെ എത്തുന്നത്. അപ്പോൾ രേവതി ഭാമയുടെ വീട്ടിൽ വരുമ്പം ഭാമ വലിയ കാര്യമാണ് രേവതിയോട്. രേവതി ഇത് കണ്ടോ, ദേ ശിവനെഴുതി കഥയാണ്, ഇതൊക്കെ കണ്ടോയെന്ന് ചോദിക്കുമ്പം രേവതി ആ കഥയൊക്കെ കേൾക്കുന്നുണ്ട്. അത് കഴിഞ്ഞ് രേവതി അവരോട് പറയുന്നുണ്ട് കേട്ടോ, നന്നായിട്ടുണ്ട് കേട്ടോ, താങ്കൾ നന്നായിട്ട് കഥ എഴുതുന്നുണ്ട്. ഇപ്പം നിങ്ങൾ രണ്ടും കൂടെ ഇങ്ങനെ വായിക്കുന്നത് കേൾക്കാൻ തന്നെ നല്ല രസമായിട്ടുണ്ട്. ഒരു കാര്യം ചെയ്യാം, നിങ്ങൾ എങ്ങനെയെങ്കിലും യൂട്യൂബ് ചാനലോ അങ്ങനെ എന്തെങ്കിലും ഒന്ന് തുടങ്ങിയിട്ട് ഈ കഥകളൊക്കെ അതിലൂടെ പ്രസൻറ്റ് ചെയ്യാം. അങ്ങനെ ആകുമ്പം ഇത് നന്നായിട്ട് ക്ലിക്കാകാനായിട്ടുള്ള സാധ്യതയുണ്ട്. കാരണം കുട്ടികൾക്കൊക്കെ കേൾക്കാൻ പറ്റിയിട്ടുള്ള കഥയാണ്, നല്ല ഗുണപാഠങ്ങളൊക്കെയുള്ള നല്ല കഥകളാണല്ലോ താങ്കളുടെ. അപ്പോൾ അത് നിങ്ങൾ രണ്ട് പ്രസൻറ്റ് ചെയ്യുന്നത് ഒരു പ്രത്യേക ഭംഗിയിലാണ്. അതെന്തെങ്കിലും നല്ല ഒരു ആംബിയൻസിലൊക്കെ പോയി പ്രസൻറ്റ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ചാനൽ ക്ലിക്കാവും. അതിൽ നിന്ന് നിങ്ങൾക്ക് വരുമാനവും ഉണ്ടാക്കാൻ പറ്റും, 4 പേര് അറിയുകയും ചെയ്യും, കുട്ടികൾക്കൊക്കെ നല്ല ഗുണമാകുകയും ചെയ്യുമെന്ന് പറയാം. അപ്പം ഭാമയും ശിവയോട് പറയുന്നുണ്ട്, ശരിയാ, അത് നല്ല കാര്യമാണല്ലോ, നമുക്കും അങ്ങനെ ഒന്ന് ചാനലങ്ങ് തുടങ്ങിയാലോ എന്ന് പറയാം. അങ്ങനെ രേവതിയുടെ സഹായത്താൽ ഇവർ രണ്ടുപേരും കൂടെ ഒരു ചാനലങ്ങ് തുടങ്ങുക. ചാനൽ തുടങ്ങിയിട്ട് ഈ സ്റ്റോറി ഇങ്ങനെ നല്ല രീതിയിൽ വായിച്ച് പ്രസൻറ്റ് ചെയ്യുന്നതാണ് ആ ചാനൽ. അങ്ങനെ അവർ ചെയ്തുകൊണ്ടൊക്കെ ഇരിക്കുമ്പോൾ ഇത് ക്ലിക്കായിട്ടൊക്കെ വരും. അപ്പോൾ രേവതി തന്നെ പറഞ്ഞു കൊടുക്കുന്നുണ്ട്, ഇത് ഒന്നുകൂടെ ഇതാവാനായിട്ട് നിങ്ങൾ എവിടെയെങ്കിലുമൊക്കെ പോയിട്ട് ഷൂട്ട് ചെയ്യുകയാണെങ്കിൽ ഇത് ഒന്നുകൂടെ നന്നായിട്ട് വരുമെന്ന് പറയുകയാണേ. അങ്ങനെ കാര്യങ്ങളൊക്കെ മുന്നോട്ട് പോവുകയാണ്. അതേസമയം ഇവർ രണ്ടും കൂടെ തീരുമാനിക്കുകയാണ്, നമുക്ക് ഇത് ഷൂട്ട് ചെയ്യാനായിട്ട് ഊട്ടിയിലൊക്കെ ഒന്ന് പോകാം. ഊട്ടിയിൽ പോയിട്ട് വേറൊന്നുമല്ല, അവിടെ പോയിട്ട് കുറച്ച് എപ്പിസോഡ് കഥകളൊക്കെ ഇവർ രണ്ടും കൂടെ നല്ലൊരു ആംബിയൻസിൽ ഇരുന്ന് ഷൂട്ട് ചെയ്തൊക്കെ എടുക്കാം. അങ്ങനെ ആകുമ്പോൾ അതിന് നല്ല വ്യൂസൊക്കെ കിട്ടുമല്ലോ എന്നൊക്കെ ഇവർ പ്ലാൻ ചെയ്യാം. ഇതൊക്കെ നമ്മുടെ ചന്ദ്ര കേൾക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ ചന്ദ്രയ്ക്ക് ശിവയും ഭാമയും കൂടെയുള്ള ആ ഒരു അടുപ്പമൊന്നും അത്ര ഇഷ്ടപ്പെടുന്നില്ല. ചന്ദ്രയ്ക്ക് ഒരു തെറ്റിദ്ധാരണ അസൂയൊക്കെ തോന്നുകയാണേ. ഏത് നേരം ഇവരൊന്നിച്ച് സംസാരിച്ചിരിക്കുകയൊക്കെ ചെയ്യുന്നത് വളരെ മോശമല്ലേ. ഭാമയാണെങ്കിൽ ഇത്രയും പ്രായമായ മകനുള്ള ഒരുത്തി, അതുപോലെ തന്നെ ശിവ എന്ന് പറയുന്ന ആളും. അപ്പോൾ ഇവർ തമ്മിൽ വേറെ എന്തെങ്കിലും റിലേഷൻ ഉണ്ടോ എന്ന് തോന്നുകയാണ് നമ്മുടെ ചന്ദ്രയ്ക്ക്. ചന്ദ്ര അങ്ങനെ ഭാമയോട് സംസാരിക്കുക, എന്നിട്ട് ഭാമയോട് പറയുന്നുണ്ട്, എൻ്റെ പൊന്നു ഭാമ, നീ ഈ ശിവനെ കൂടുതൽ അടുപ്പിക്കാനൊന്നും പോകണ്ട, എന്ത് മോശമാണ് അയാളുമായിട്ട് ഇങ്ങനെ കഥയൊക്കെ വായിച്ച് ചാനലിലൊക്കെ ഇങ്ങനെ കാണിച്ച് നാട്ടുകാരൊക്കെ കണ്ടാൽ എന്താ പറയുക, ആ ബന്ധമൊക്കെ അങ്ങ് വേണ്ടെന്ന് വയ്ക്കാൻ പറയുക. അപ്പോൾ ഭാമ പറയുന്നുണ്ട്, അതെന്താ ചന്ദ്ര നീ അങ്ങനെ പറയുന്നത്, ശിവയും ഞാനും നല്ല ഫ്രണ്ട്സാണ്, ഞങ്ങൾ രണ്ടുപേരും കൂടി ചേർന്ന് കഥയൊക്കെ പ്രസൻറ്റ് ചെയ്യുന്നത് വളരെ ഭംഗിയായിട്ട് പോകുന്നുണ്ട്, അപ്പോൾ പിന്നെ ആ റിലേഷൻ എന്തിനാണ് വേണ്ടെന്ന് വയ്ക്കുന്നത്, അതിൻ്റെ ആവശ്യമൊന്നുമില്ല എന്ന് പറയാം. അതേസമയം ഭാമയ്ക്ക് ഓരോ ദിവസവും ഇത് കാണുമ്പോൾ ഒരു വല്ലായ്ക തോന്നുവാണേ. ഭാമ അന്നേരം വിചാരിക്കുക, ഇത് എന്തെങ്കിലും ഒന്ന് ചെയ്യണമല്ലോ, ഇവരിങ്ങനെയൊക്കെ അങ്ങനെ മുന്നോട്ട് പോയാൽ വല്ലാത്തൊരു ബന്ധമായിട്ട് മാറും. മോശം. പിന്നെ എൻ്റെ ഡാൻസ് ക്ലാസ്സിനും യോഗ ക്ലാസ്സിനും ഒക്കെ അത് മോശമാകും. അതുകൊണ്ട് ഇത് നിർത്താൻ ഇനി ഭാമയുടെ മകനെ വിളിച്ച് തന്നെ പറയാം. ഭാമയുടെ മകനെ വിളിച്ച് കാര്യം പറഞ്ഞു കഴിയുമ്പം അവനിത് നിർത്തിച്ചോളും.
എന്ന് തോന്നുവാണ്. അങ്ങനെ നമ്മുടെ ചന്ദ്ര ഭാമിയുടെ മകനെ വിളിച്ചിട്ട് പറയാണ്, മോനെ എടാ നിൻ്റെ അമ്മയും അതുപോലെ തന്നെ ഇവിടെ യോഗ പഠിക്കാൻ വന്ന ശിവ എന്ന് പറയുന്ന ഒരുത്തനുണ്ട്, അവനും കൂടെ തമ്മിൽ എന്തോ ഒരു വല്ലാത്ത അരുതാത്ത ബന്ധമുണ്ടെന്നാണ് തോന്നുന്നത്. നാട്ടുകാരൊക്കെ അതും ഇതുമൊക്കെ പറയുന്നുണ്ട്. എന്തിനാ വെറുതെ ഈ പ്രായത്തിൽ ഭാമ ഇങ്ങനെയൊക്കെ ചെയ്യുന്നത്? അത് മോശമല്ലേ? നീ അതൊക്കെ ചോദിക്കേ, ഇല്ലെങ്കിൽ നാട്ടുകാരൊക്കെ പറഞ്ഞ് നീ നാണം കെടേണ്ടി വരും കേട്ടോ എന്ന് വിളിച്ച് പറയാം. അപ്പോൾ ഇത് കേൾക്കുമ്പോഴത്തേക്കും നമ്മുടെ ഭാമയുടെ മകനാണെങ്കിൽ നല്ല ദേഷ്യമൊക്കെ വരിക. സിദ്ധാർത്ഥ എന്നാണ് പേര്. അപ്പോൾ അവനിങ്ങനെ വിചാരിക്കുകയാണ് ഇതിന് എന്തെങ്കിലും കാര്യമുണ്ടോ എന്നറിയാം. അപ്പം നാട്ടിൽ വന്ന് ഇതൊക്കെ ഒന്ന് അന്വേഷിക്കാമെന്നൊക്കെ അവനും തോന്നുക. ഇതൊന്നും അറിയാത്ത ഭാവത്തിന് മുന്നോട്ട് പോവുകയാണ് നമ്മുടെ ചന്ദ്ര എന്നിട്ട് ഇവർ തമ്മിൽ സംസാരിക്കുമ്പോഴൊക്കെ ചന്ദ്രയ്ക്ക് ഒരു വല്ലായ്കയോ ഒക്കെ തോന്നുക. അതേസമയം ഈ ഒരു ദിവസം ഇങ്ങനെ ഷൂട്ടിങ്ങിന് വേണ്ടിയിട്ട് ഇവർ പോകാനായിട്ട് ഒരുങ്ങുകയാണ് ഊട്ടിയിൽ. ആ സമയത്താണ് കേട്ടോ നമ്മുടെ സിദ്ധാർത്ഥ് വരുന്നത്, ഭാമയുടെ മകൻ വന്നിട്ട് വരുമ്പോഴേ ഭാമയ്ക്ക് ഭയങ്കര സന്തോഷമാവും. അപ്പോൾ ഭാമ പറയുന്നുണ്ട്, ആ മോനെ നീ വന്നോടാ, എന്താ ഇപ്പോൾ നീ ഒരു മുന്നറിയിപ്പും ഇല്ലാതെ ഇങ്ങനെ വന്നതെന്ന് ചോദിക്കുക. അപ്പോൾ ഉടനെ ഭാമയുടെ മകൻ ചോദിക്കുക, അതെന്താ മുന്നറിയിപ്പില്ലാതെ വന്നാൽ? നിങ്ങൾക്ക് ഞാൻ മുന്നറിയിപ്പില്ലാതെ വന്നത് ഇഷ്ടപ്പെട്ടില്ല എന്നുണ്ടോ? അല്ല, അതുകൊണ്ട് ചോദിച്ചതെന്ന് പറയാം. അപ്പം ഭാമ പറയുന്നുണ്ട്, അതെന്താടാ നീ അങ്ങനെ പറഞ്ഞത്? നീ എപ്പോൾ വന്നാലും അതൊക്കെ എനിക്ക് സന്തോഷമല്ലേ ഉള്ളൂ, നീ വരാത്തതേ ഉള്ളൂ എനിക്ക് വിഷമം. ഇപ്പോഴെങ്കിലും നിനക്ക് അമ്മയെ കാണാൻ വരാൻ തോന്നിയല്ലോ, എന്തു പറ്റിയിടാന്ന് ചോദിക്കുക. അപ്പോൾ മാമൻ പറയുന്നുണ്ട്, അത് വേണ്ടാത്ത ചില കാര്യങ്ങളൊക്കെ കേട്ടാൽ പിന്നെ വരാതിരിക്കാൻ പറ്റുമോ? വരാൻ പറ്റിയൊരു സാഹചര്യം ആയിട്ടൊന്നുമല്ല ഞാൻ വന്നത്, പക്ഷേ അതേ വരേണ്ടി വന്നു, അതുകൊണ്ട് അങ്ങ് വന്നു പോയി എന്ന് പറയാണ്. അങ്ങനെ അവരവിടെ നിൽക്കുകയൊക്കെയാണ്. ആ സമയത്ത് ഭാമ എല്ലാവരെയും പരിചയപ്പെടുത്തുന്നുണ്ട്. മോനെ ഇതെൻ്റെ മോനാന്ന് പറഞ്ഞ് രേവതിയോട് പറയാം, അതേ ഇതെൻ്റെ മോനാ കേട്ടോ, ഇവനെ നിങ്ങളാരും കണ്ടിട്ടില്ലല്ലോ, അതെങ്ങനെയാണ് കാണാൻ? ഇവൻ ഇങ്ങോട്ടെങ്കിലും വരാറില്ല, അമ്മയെ കാണാനേ വരാറില്ല, ഇവനും ഭാര്യയും കൂടെ വിദേശത്താണ്, അവിടെ തന്നെ അങ്ങ് ജീവിക്കുക. ഇപ്പോൾ ഒരു മുന്നറിയിപ്പില്ലാതെ ഇവൻ വന്നു, എനിക്ക് എന്ത് സന്തോഷമാണെന്നറിയാവോ എന്നൊക്കെ പറയാം. എന്നിട്ട് ശിവനെയും കാണിക്കുക, ശിവ ദേ ഇതാ മോൻ എന്ന് പറയാണ്. അപ്പോൾ അയാൾ ഇങ്ങനെ പറയുന്നുണ്ട് ഹലോ എന്നൊക്കെ പറയുമ്പോഴേക്കും ഈ സിദ്ധാർത്ഥ് പറയാം, നിങ്ങളാരാ, നിങ്ങൾ എന്തിനാണ് എൻ്റെ വീട്ടിൽ വന്നിരിക്കുന്നത്, അമ്മയായിട്ട് നിങ്ങൾക്ക് എന്താ ബന്ധമെന്ന് ചോദിക്കുക. അപ്പോൾ ഉടനെ ഭാമ പറയാണ്, അത് മോനെ ഇത് സിദ്ധാർത്ഥ്, ഇത് ശിവൻ, ഇവിടെ യോഗ പഠിക്കാൻ വരുന്ന ശിവൻ ഒരു നല്ല കലാകാരൻ കൂടിയാണ്, നല്ലൊരു എഴുത്തുകാരനുമാണ്, നന്നായിട്ട് കഥകളൊക്കെ എഴുതും, കുട്ടികൾക്കൊക്കെ മാർഗനിർദ്ദേശം കൊടുക്കാൻ പറ്റിയ നല്ല കഥകളൊക്കെ. അതുകൊണ്ട് ഞങ്ങൾ രണ്ടുപേരും ആ കഥകളൊക്കെ കൂടിയായിട്ട് ഒരു യൂട്യൂബ് ചാനലൊക്കെ തുടങ്ങിയിട്ടുണ്ട്, അതിലൂടെ ആ കഥകളൊക്കെ പ്രസൻറ്റ് ചെയ്യുന്നുണ്ട്, ഞങ്ങൾക്ക് നല്ല വ്യൂസ് കിട്ടുന്നുണ്ട് എന്ന് പറയണം. അപ്പം മോൻ പറയാം, അമ്മയ്ക്ക് ഇപ്രായത്തിൽ ഇതിൻ്റെയൊക്കെ ആവശ്യമുണ്ടോ, ഇതൊക്കെ വളരെ മോശമല്ലേ എന്ന് ചോദിക്കുക. അപ്പോൾ മാമ ചോദിക്കുക, നീ എന്താടാ ഈ പറയുന്നത്, ഇതൊക്കെ മോശമാണോ? കഥ ഞങ്ങൾ വായിക്കുന്നത് അതെന്ത് മോശമാണെന്നാണ് നിങ്ങൾ ഈ പറയുന്നതെന്ന് ചോദിക്കുക. അപ്പം ശിവനും പറയുന്നുണ്ട്, അത് മോനെ നീ തെറ്റിദ്ധരിക്കണ്ട, ഞങ്ങൾ സ്റ്റോറി ഇങ്ങനെ പറയുന്നതേ ഉള്ളൂ, ഞങ്ങളത് പ്രസൻറ്റ് ചെയ്യുന്നത് ഒന്നിച്ചാണെന്നേ ഉള്ളൂ എന്ന് പറയുമ്പം പറയാം, നിങ്ങൾക്ക് നാണമില്ലല്ലോ, ഇത്രയൊക്കെ പ്രായമായില്ലേ, ഇനി ഈ ഒറ്റയ്ക്ക് താമസിക്കുന്ന സ്ത്രീകളുടെ വീടുകളിൽ വന്ന് ഇങ്ങനെയുള്ള തരികിടയൊക്കെ കാണിക്കാൻ നിങ്ങൾക്ക് തോന്നുന്നുണ്ടല്ലോ എന്ന് പറയുകയാണേ. അപ്പോൾ ഭാമിക്ക് അങ്ങ് ദേഷ്യം വരുക, എന്താടാ നീ പറഞ്ഞത്, ഇങ്ങനെയൊക്കെ തോന്നുന്നുണ്ടല്ലോ എന്നോ? എന്ത് ചെയ്തെന്നാ ശിവൻ ഇവിടെ ഒന്നും ചെയ്തിട്ടില്ല, അവനിവിടെ വന്ന് കയറിയതിന് നിങ്ങൾക്ക് എന്താ കുഴപ്പം? നീ ഇത് ചോദിക്കാനാണോ ഇപ്പോൾ വന്നത്? ഞാനും ശിവനും തമ്മിൽ നല്ല ഫ്രണ്ട്ഷിപ്പാണ് ഉള്ളത്, അത് മാത്രമേ ഉള്ളൂ, അല്ലാതെ നീ ഇപ്പോൾ പറഞ്ഞതുപോലെ എന്നെ പറ്റിക്കാനൊന്നും ഇവിടെ വന്ന് ചേർന്നൊന്നും അല്ല ശിവൻ. ഓ അന്വേഷിക്കാനായിരിക്കും നീ ഇപ്പോൾ കൂട്ടുകാരുമായിട്ട് ഇങ്ങോട്ട് വന്നത്. അവൻ്റെ കൂടെ 2 കൂട്ടുകാരും ഉണ്ട് കേട്ടോ, അവന്മാരും തല്ലിപ്പൊളികളാണ്. അപ്പോൾ പറയാൻ, അതെ ഇത് ചോദിക്കാൻ വേണ്ടി വന്നതാ, അവിടെ ഇരുന്നിട്ട് വരെ അറിഞ്ഞ് നാണക്കേടുണ്ടായി, അതുകൊണ്ട് വന്നതാ എന്ന് പറയാം. അപ്പോൾ ഭാമ ചോദിക്കുക, ആരാടാ നിന്നോട് ഇത് വിളിച്ച് പറഞ്ഞത്, ഇവിടെ ആരാ നിന്നോട് പറഞ്ഞത് ഞാനും ശിവനും തമ്മിൽ അരുതാത്ത ബന്ധമുണ്ടെന്ന് എന്ന് പറയാം. അപ്പം പറയുന്നുണ്ട്, എത്ര പേര് പറഞ്ഞു നിങ്ങൾ തമ്മിൽ അരുതാത്ത ബന്ധം തന്നെയുണ്ട്, അമ്മയ്ക്ക് ഈ പ്രായത്തിൽ എന്തിനു വിഷമമാണ് ദേ ഇയാളെയൊക്കെ വീട്ടിൽ കയറ്റി ഇങ്ങനെയുള്ള പരിപാടി നടത്തുക എന്ന്. നല്ല സമയം പോക്കുണ്ടല്ലോ, മക്കളൊന്നും കൂടെ ഇല്ലെങ്കിലും സുഖമാണല്ലോ, ഇതിപ്പം ഇയാളെ ഇഷ്ടമുള്ളപ്പോൾ വിളിച്ച് കയറ്റി ഇറക്കിയൊക്കെ ചെയ്യാം, പക്ഷേ ദേ അതിൻ്റെയൊക്കെ നാണക്കേടേ മക്കൾക്കാന്നുള്ള കാര്യം മറക്കണ്ടെന്ന് പറയാം. അപ്പോൾ ഭാമയ്ക്ക് നല്ല ദേഷ്യം വരിക. ഭാമ അന്നേരം പറയും, എന്താടാ നീ പറഞ്ഞത്, ഞാൻ അങ്ങനെ ഒരു മോശ സ്ത്രീയാണെന്നോ, ഞാൻ എന്ത് തെറ്റ് ചെയ്തെന്നാ നീ പറഞ്ഞത്? ഇവിടെ ഞാൻ ഒറ്റയ്ക്ക് താമസിച്ചപ്പം ഒന്ന് തിരിഞ്ഞു നോക്കാനോ ഒന്നിനും നീ ഇവിടെ വന്ന് ഞാൻ കണ്ടിട്ടില്ല, എന്താ അമ്മയെന്നൊന്ന് ഫോൺ ചെയ്ത് പോലും നോക്കാറില്ല, നീയും നിൻ്റെ ഭാര്യയും കൂടെ ഒറ്റയ്ക്ക് എവിടെയെങ്കിലും താമസിക്കും, പിന്നെ നിങ്ങളുടെ ഇഷ്ടം അതെന്താണെന്ന് വെച്ചാൽ അത് അങ്ങനെ ആയിക്കോട്ടെ എന്ന് ഞാനും വിചാരിച്ചു. ഇപ്പോൾ ഇവിടെ വെറുതെ ഇരുന്ന് ബോറടിച്ചപ്പോഴാണ് ചന്ദ്ര ഇവിടെ ഡാൻസ് സ്കൂളും അതുപോലെ തന്നെ യോഗ ക്ലാസ്സും ഒക്കെ തുടങ്ങിയത്, അതുകൊണ്ടാണ് ഇവിടെ ഒരു ഒച്ചയനക്കമൊക്കെ ഉണ്ടായത്. അപ്പോൾ ശിവൻ ഇവിടെ വന്നു ഇങ്ങനെയുള്ള കഥകൾ വായിച്ചു, അതിൻ്റെ പേരിൽ ഞങ്ങൾ തമ്മിൽ ഇങ്ങനെ ഒരു സംരംഭം തുടങ്ങി, അതിനിപ്പോൾ തെറ്റിദ്ധരിക്കാൻ മാത്രം എന്താ ഉള്ളത് അതിൻ്റെ അകത്ത്, നിൻ്റെയൊക്കെ മനസ്സ് ഇങ്ങനെ ആയി പോയല്ലോ എന്ന് പറയാം.
അപ്പോൾ ഉടനെ രേവതി പറയുന്നുണ്ട്, അതെ, സിദ്ധാർത്ഥിനെ ഞാൻ ഇതുവരെ കണ്ടിട്ടൊന്നും ഇല്ലെങ്കിലും ഞാൻ സിദ്ധാർത്ഥിനോട് പറയാം, നിങ്ങൾ ഇങ്ങനെയൊക്കെ നിങ്ങളുടെ അമ്മയോട് പറയാവോ? നിങ്ങൾക്ക് നിങ്ങളുടെ അമ്മയെ അറിയാൻ പാടില്ലേ? നിങ്ങളിപ്പോൾ പറഞ്ഞല്ലോ നിങ്ങളുടെ അമ്മ മോശമാണെന്നും ഈ പുരുഷനുമായിട്ട് നിങ്ങളുടെ അമ്മയ്ക്ക് അവിഹിത ബന്ധമുണ്ടെന്നും ഒക്കെ. അതൊക്കെ പറയാൻ നിങ്ങൾക്ക് എങ്ങനെ തോന്നി? നിങ്ങളുടെ സ്വന്തം അമ്മയല്ലേ ഇവർ. അവരെ ഒന്നും മനസ്സിലാക്കാതെ ഇങ്ങനെ മോശമായിട്ട് സംസാരിക്കാനൊക്കെ സിദ്ധാർത്ഥിന് എങ്ങനെ പറ്റുന്നു എന്ന് ചോദിക്കുക. അപ്പം സിദ്ധാർത്ഥ് പറയുന്നുണ്ട്, അതെ, നിങ്ങൾ ഇതിലൊന്നും ഇടപെടണ്ട, ഇത് ഞാനും എൻ്റെ അമ്മയും തമ്മിലുള്ള കാര്യമാണ്. അമ്മ തെറ്റായ രീതിയിൽ പോയാൽ മക്കൾ വന്ന് തിരുത്തണം, അതുകൊണ്ടാണെന്ന് പറയാണ്. അപ്പം രേവതി പറയാ, നിങ്ങളിങ്ങനെ പറഞ്ഞതിനൊക്കെ അനുഭവിക്കും കേട്ടോ. നിങ്ങളെപ്പോലെ ഉള്ളവർ കാരണം ഈ സ്ത്രീ ഇങ്ങനെ ജീവിക്കേണ്ടി വരുന്നത്. അവരിവിടെ ഒറ്റയ്ക്ക് ആരും ഒന്ന് ചോദിക്കാനോ അന്വേഷിക്കാനോ പോലും ഇല്ലാതെ ജീവിച്ചപ്പം ആരാ ഉള്ളത്? നിങ്ങളൊന്ന് വന്ന് അന്വേഷിക്കാറുണ്ടോ? ഇല്ലെങ്കിൽ ഒന്ന് ഫോൺ ചെയ്ത് പോലും അന്വേഷിക്കാറുണ്ടോ? നിങ്ങളെപ്പോലെയുള്ള ഇങ്ങനെയുള്ള മക്കൾ കാരണമാണ് ഇതുപോലെ പ്രായമായ മാതാപിതാക്കളൊക്കെ അഗതി മന്ദിരത്തിലും അനാഥാലയത്തിലും ഒക്കെ പോകേണ്ടി വരുന്നത്. നിങ്ങൾക്ക് മനസ്സിലായോ എന്ന് ചോദിക്കണം. അപ്പോൾ ഈ സിദ്ധാർത്ഥ എന്ന് പറഞ്ഞവൻ പറയണേ, അതെ, നിങ്ങൾ ഇതൊന്നും അന്വേഷിക്കാനും പറയാനും ഒന്നും വരണ്ട. ഞാൻ എൻ്റെ അമ്മയോട് സംസാരിച്ചതാ, അവരെ നേർവഴിക്ക് കൊണ്ടുപോകണം. ഇവരിവിടെ കിടന്ന് അഴിഞ്ഞാടുന്നതേ എനിക്ക് അവിടെയും കൂടെ മോശമാണെന്ന് പറയാണ്. അപ്പോൾ ഇതൊക്കെ കേൾക്കുമ്പോൾ നമ്മുടെ ഭാമയ്ക്ക് അങ്ങ് വല്ലാതാകുക. എന്നാൽ ചന്ദ്ര ഇതൊക്കെ കേട്ടിട്ട് നിൽപ്പുണ്ട് കേട്ടോ. ഒരക്ഷരം ചന്ദ്ര മിണ്ടുന്നില്ല കേട്ടോ. ചന്ദ്രയാണല്ലോ ഇതെല്ലാം ഒപ്പിച്ച് വെച്ചത്, അതുകൊണ്ട് തന്നെ ചന്ദ്ര ഒന്നും മിണ്ടുന്നുമില്ല. അപ്പോഴേക്കും സുധിയല്ല സച്ചി അവിടെ വന്നിട്ടുണ്ട് കേട്ടോ. സച്ചി അപ്പോഴേക്കും ചോദിക്കുക, എന്താ ഇവിടെ പ്രശ്നം എന്ന് ചോദിക്കുകയാണ്. അപ്പോൾ രേവതി പറയാം, ദേ ഭാമാൻ്റിയുടെ മോനാ ഇത്, ഇവൻ ഇവിടെ വിദേശത്തുനിന്ന് വന്നതാ. എന്തിനാണെന്നറിയാവോ? ഭാമാൻ്റിക്ക് ഇവിടെ ദേ ഇയാളുമായിട്ട് അവിഹിത ബന്ധമുണ്ടോ എന്ന് അറിയാനായിട്ട്. അപ്പോൾ സച്ചി ദേഷ്യം വന്നിട്ട് പറയാം, എന്താടാ ഇത്, നീ എന്താ പറഞ്ഞത്? നിൻ്റെ അമ്മയ്ക്ക് ഇവരുമായിട്ട് വിവിധ ബന്ധമുണ്ടെന്നോ? ഏടാ, നാണം ഇല്ലല്ലോടാ നിനക്കൊക്കെ ഇത് പറയാൻ. ഇതന്വേഷിക്കാനാണോ മോന് അവിടെ നിന്ന് ഇവിടം വരെ ഫ്ലൈറ്റ് ടിക്കറ്റൊക്കെ മുടക്കി വന്നത് എന്ന് സച്ചി ചോദിക്കുക. അപ്പോൾ സച്ചിയോട് അമ്മ പറയുന്നുണ്ട്, നിങ്ങൾ ഇതിലൊന്നും ഇടപെടണ്ട കേട്ടോ. എൻ്റെ അമ്മയുടെ കാര്യം, ഇവർക്ക് എന്തെങ്കിലും വന്ന് വയ്യാതായാലും ഞാനേ കാണുള്ളൂ നോക്കാൻ, അല്ലാതെ നിങ്ങളാരും കാണുകയല്ലെന്ന് പറയാം. അപ്പോൾ സച്ചി പറയാം, അതൊക്കെ നിൻ്റെ ധാരണയാടാ. നീ ഇല്ലാത്തപ്പോഴും ഭാമാരിയെ സ്വന്തം അമ്മയെപ്പോലെ നോക്കുന്നവരാ ഞങ്ങൾ. നീ ഇനി വന്നില്ലേലും ഭാമാരിക്ക് എന്തെങ്കിലും വയ്യായിക വന്നാലും ഞാനും രേവതിയും കാണും ഭാമാരിക്ക്, കേട്ടോ എന്ന് പറയാണ്. അപ്പോൾ അവൻ പിന്നെയും പറയാണ്, ഇവരിവിടെ കിടന്ന് ഇങ്ങനെ അഴിഞ്ഞാടാൻ പറ്റില്ല, ഇയാൾ ഈ വീട്ടിൽ കയറാൻ പറ്റില്ല എന്ന് പറയാം. അപ്പോൾ ഉടനെ തന്നെ ശിവൻ എന്ന് പറയുന്ന ആൾ പറയുന്നുണ്ട്, അതെ, ഞാൻ ഇനി ഇങ്ങോട്ട് വരുന്നില്ല, ഇതിൻ്റെ പേരിൽ നിങ്ങൾ പ്രശ്നമൊന്നും ഉണ്ടാക്കണ്ട. ഇത് ഞാനും ഭാമയും തമ്മിൽ യാതൊരു അവിഹിത ബന്ധങ്ങളൊന്നും ഇല്ല, ഞങ്ങൾ നല്ല സൗഹൃദം മാത്രമേ ഉള്ളൂ. ഈ ഒരു കാര്യം ചെയ്യുന്നു ഒന്നിച്ചാണെന്നേ ഉള്ളൂ. അതിൻ്റെ പേരിൽ ഇങ്ങനെയൊക്കെ കേൾക്കേണ്ടി വന്നതിൽ എനിക്ക് വിഷമമുണ്ട്. ഞാൻ ഇനി ഇങ്ങോട്ട് വരാതിരുന്നാൽ മതിയല്ലോ, പ്രശ്നമൊന്നുമില്ലല്ലോ എന്ന് പറയാം. അപ്പോൾ ഉടനെ സച്ചി പറയാം, അതെന്തിനാ അങ്ങൾ ഇങ്ങോട്ട് വരാതിരിക്കുന്നത്? ഇവൻ പറഞ്ഞ പോലെ എന്തെങ്കിലും ബന്ധം നിങ്ങൾ തമ്മിലുണ്ടോ? ഇല്ലല്ലോ, പിന്നെ ഇവിടെ ആരെ ബോധിപ്പിക്കാനാണ് നിങ്ങൾ വരുന്നത്? ഇവൻ്റെയൊക്കെ മനസ്സ് ഇത്ര ദൂഷിച്ചതാ. എത്ര വിദ്യാഭ്യാസം ഉണ്ടെന്ന് പറഞ്ഞാലും ഏത് വിദേശത്ത് ജീവിക്കുകയാണെന്ന് പറഞ്ഞാലും ഇവൻ്റെയൊക്കെ മനസ്സിൽ വിഷമുള്ളത്. അതുകൊണ്ടല്ലേ ഇവനൊക്കെ ഇങ്ങനെയൊക്കെ പറയുന്നത് എന്നിങ്ങനെ പറയുക. അപ്പോൾ ത്തേക്കും അവൻ്റെ ഫ്രണ്ട്സ് 2-3 പേരുണ്ട്. അപ്പോൾ അവരങ്ങോട്ട് മുന്നോട്ട് കയറി വരികയാണ് സച്ചിയെ അടിക്കാനായിട്ട്. അപ്പോൾ സച്ചി പറയാം, എന്താടാ നീയൊക്കെ എന്താ ഇങ്ങ് തിളച്ച് കയറി വരുന്നത്? എന്നെ തല്ലാൻ വന്നാണോ നീയൊക്കെ? നീ ഇവൻ്റെ കൂടെ വന്നത് ഇവൻ്റെ അമ്മയുടെ അവിഹിതം കണ്ടുപിടിക്കാനാണോടാ നിങ്ങൾ രണ്ടും കൂടെ വന്നത്? ഇറങ്ങടാ വെളിയിൽ. എന്നെ തല്ലാൻ വന്നാൽ ഉണ്ടല്ലോ ജീവനോട് രണ്ടും ഇവിടുന്ന് തിരിച്ചു പോവില്ലെന്ന് ഓർത്തോ. എടാ സിദ്ധാർത്ഥേ, സച്ചി ആരാണെന്ന് നിനക്ക് കുറച്ചൊക്കെ അറിയാലോ, ഇവന്മാർക്ക് പറഞ്ഞു കൊടുക്കുക കേട്ടോ എന്ന് പറയേ സച്ചി. അപ്പോൾ രേവതി സച്ചിയുടെ കയ്യിൽ ഇങ്ങനെ പിടിച്ചിട്ട് പറയാം, സച്ചിയേട്ടാ വേണ്ട സച്ചിയേട്ടൻ ഇനി അവരെ തല്ലാനൊന്നും പോകണ്ട. എൻ്റെ രേവതി, ഇവന്മാർ വന്ന് പറയുന്ന വൃത്തികേട് നീ കേട്ടില്ലേ? സ്വന്തം അമ്മയെക്കുറിച്ച് അവൻ പറയുന്നതൊക്കെ കേട്ടില്ലേ? അമ്മയെ അന്വേഷിക്കാൻ വന്നിരിക്കുന്നു. ഇത്രയും നാളും തിരിഞ്ഞു നോക്കാതെ കിടന്നവൻ അമ്മയുടെ അവിഹിത ബന്ധം കണ്ടുപിടിക്കാനായിട്ട് വന്നിരിക്കുന്നു. ഇവനൊക്കെ നാണമുണ്ടോ? സ്വന്തം പെറ്റ തള്ളെ അറിയാൻ മേലാതെ നടക്കുന്നവൻ നാറിയൊക്കെ എന്നിങ്ങനെ സച്ചി പറയാം. അപ്പോൾ രേവതി സച്ചിയെ ഇങ്ങനെ പിടിച്ചൊക്കെ മാറ്റുകയാണ് കേട്ടോ. അപ്പം ഉടനെ ഭാമയും പറയുന്നുണ്ട് കേട്ടോ, ദേ നിങ്ങളാരും ഇവിടെ കിടന്ന് ബഹളം വയ്ക്കുകയും വഴക്കുണ്ടാക്കുകയും ഒന്നും വേണ്ട. അപ്പോൾ ശിവൻ എന്ന് പറയുന്ന അയാൾ പറയില്ല, ഞാൻ പോയിക്കോളാം, ഞാനൊരു പ്രശ്നത്തിനുമില്ല ഭാമയെന്ന് പറയാം. അപ്പോൾ ഭാമ പറയുന്നുണ്ട്, അല്ല നിങ്ങളെന്തിനാ പോകുന്നത്? ഞാനും തമ്മിൽ എന്തെങ്കിലും അരുതാത്ത ബന്ധമുണ്ടോ? ഇല്ലല്ലോ. ഒരാണും ഒരു പെണ്ണും കൂടെ സംസാരിച്ചാൽ അല്ലെങ്കിൽ എന്തെങ്കിലും ഒന്നിച്ച് ജോലി ചെയ്താൽ അതിൽ വേറൊന്ന് കണ്ടെത്തുന്നത് ഇവൻ്റെയൊക്കെ സ്വഭാവമാണ്. ഇനിയിപ്പം ഞാനൊരു കാര്യം പറയാം, എനിക്ക് നിങ്ങളുമായിട്ട് ഒരു അവിഹിത ബന്ധവും ഇല്ല, അങ്ങനെ ഒന്നും ഇല്ലതാനും. അതുകൊണ്ട് തന്നെ ദേ ഇവനോട് ഞാൻ പറയാം, എടാ നീ ഒന്നും ഇങ്ങോട്ട് വന്നില്ലേലും എനിക്ക് കുഴപ്പമില്ല. ഇത്രയും നാൾ ഞാനിവിടെ ഒറ്റയ്ക്കാണല്ലോ താമസിച്ചത്,
അമ്മ ജീവിച്ചിരിപ്പുണ്ടോ, ഭക്ഷണം കഴിച്ചോ, മരുന്ന് കഴിക്കുന്നുണ്ടോ, ഇത് വല്ലതും നിനക്കറിയായിരുന്നോ? ഇല്ലായിരുന്നല്ലോ. ഇപ്പം ആരോ എന്തോ വൃത്തികേട് വിളിച്ച് പറഞ്ഞിട്ട് അതും കേട്ടിട്ട് വന്നിരിക്കുന്നു. നീ എവിടെ നിന്നാടാ ഈ വിവരം അറിഞ്ഞത്? ആരാടാ ഈ വൃത്തികേട് നിന്നോട് വിളിച്ച് പറഞ്ഞ് അറിയിച്ചത്? എത്രയ്ക്ക് വൃത്തികെട്ട മനസ്സുള്ളവരായിരിക്കുമല്ലോ അത് ചെയ്തത്. വേറൊന്നും ചെയ്യാത്തവരും ഇതൊക്കെ വിളിച്ച് പറഞ്ഞല്ലോ എന്ന് പറയാം. അപ്പോൾ ഉടനെ തന്നെ ഈ സിദ്ധാർത്ഥ് പറയാണേ, അത് മറ്റാരും അല്ല വിളിച്ചു പറഞ്ഞത്. വ്യക്തമായ സ്ഥലങ്ങളിൽ നിന്ന് ഈ വിവരങ്ങൾ കിട്ടിയത് കൊണ്ട് തന്നെയാണ് ഞാനിവിടെ വന്നേ എന്ന് പറയുമ്പോൾ സച്ചി ചോദിക്കുക, അതാരാടാ നിന്നോട് പറഞ്ഞത്? ഇത്രയ്ക്ക് കുശുമ്പും കുഞ്ഞായ്മയൊക്കെ വിളിച്ച് അവിടെ അറിയിക്കാൻ ഇവിടെ ആരാടാ ഉള്ളതെന്ന് ചോദിക്കുക. ഇതെല്ലാം കേട്ട് കഴിയുമ്പോൾ നമ്മുടെ ചന്ദ്രയ്ക്ക് അങ്ങ് വെപ്രാളാവുകയാണ് കേട്ടോ. തന്നെ കള്ളി വിളിച്ചതാവുമെന്ന്, ഇതൊക്കെ ഞാനാ വിളിച്ചു പറഞ്ഞതെന്ന് പറഞ്ഞാൽ ഭാമയ്ക്ക് എന്തോ തോന്നും, സച്ചി തൻ്റെ പഞ്ഞിക്കിടുമല്ലോ എന്നൊക്കെ ആലോചിച്ചിട്ട് ചന്ദ്ര ആകെ വെട്ടി വേർത്തിങ്ങനെ നിൽക്കുകയാണേ. അപ്പോൾ ഈ സിദ്ധാർത്ഥ്, അതായത് ഭാമയുടെ മാമൻ പറയുന്നുണ്ട്, അതെ ഞാൻ അറിയേണ്ടിടത്തു നിന്ന് തന്നെ അറിഞ്ഞത്. അത്രയ്ക്ക് വിശ്വസിക്കാവുന്നവർ വിളിച്ച് പറഞ്ഞപ്പോൾ അത് കാര്യമുണ്ടെന്ന് തോന്നിയിട്ട് തന്നെയാണ് ഞാൻ ഇങ്ങോട്ട് വന്നത്. ദേ വേറെ ആരുമല്ല, അമ്മയുടെ ഏറ്റവും വലിയ കൂട്ടുകാരി ഉണ്ടല്ലോ, ദേ ഈ ചന്ദ്രാൻറ്റി എന്നോട് ഈ വിവരങ്ങളെല്ലാം വിളിച്ചു പറഞ്ഞത്. അമ്മ ഇയാളും തമ്മിലുള്ള അഴിഞ്ഞാട്ടത്തെക്കുറിച്ചും അതിനൊരു തടസ്സം വയ്ക്കണമെന്നും അത് നിർത്തണമെന്നും ഒക്കെ വിളിച്ചു പറഞ്ഞതേ ദേ ഇവരാ എന്ന് പറയുക. അപ്പോഴേക്കും ഭാമ ചന്ദ്രയൊന്നും ഇങ്ങനെ തുറിച്ചൊന്ന് നോക്കി കേട്ടോ. ഇപ്പം ദഹിച്ചു പോകുമെന്ന് പറഞ്ഞ ചന്ദ്ര ഇങ്ങനെ നിൽക്കുകയാണ്. അപ്പോഴേക്ക് സച്ചി അങ്ങോട്ട് ചന്ദ്രയുടെ നേരെ ചാടുക. എന്നിട്ട് ചോദിക്കുക, അമ്മേ നിങ്ങളാണോ വിളിച്ചു പറഞ്ഞത് ഇവരെക്കുറിച്ച് ഈ മോശം ദേ ഇവനോട്? നാണമില്ലല്ലോ സ്ത്രീ നിങ്ങൾക്ക് എങ്ങനെ തോന്നി? നിങ്ങളോട് ഏറ്റവും അടുത്ത സുഹൃത്തല്ലായിരുന്നോ ദേ ഈ ഭാമാൻറ്റി? അവരെക്കുറിച്ച് ഈ മോശമൊക്കെ പറയാനും ഇങ്ങനെയൊക്കെ ചിന്തിക്കാനും അത് ദേ അവരുടെ മകനെ വിളിച്ചു പറഞ്ഞ് കുത്തിത്തിരിപ്പുണ്ടാക്കാനും ഒക്കെ നിങ്ങൾക്ക് എങ്ങനെ തോന്നി? നിങ്ങളുടെ മനസ്സ് ദുഷിച്ചതാണെന്ന് പറയുന്നത് വെറുതെയല്ല. വീട്ടിൽ കിടന്ന് കാണിക്കുന്നത് പോലെ തന്നെ ജീവനായിട്ട് കൊണ്ടു നടക്കുന്നത് ദേ ഈ ഭാമാൻറ്റിയെ നിങ്ങൾ ചതിച്ചു അല്ലേ? അപ്പോഴേക്കും ഉടനെ ചന്ദ്ര പറയാ, ഞാൻ ചതിച്ചൊന്നുമല്ല, വേറെ നാട്ടുകാരൊന്നും അതും ഇതൊന്നും പറയാതിരിക്കാൻ വേണ്ടിയിട്ടാ ഞാൻ സിദ്ധാർത്ഥിനോട് പറഞ്ഞത്. ഞാൻ ഭാമയോട് ഇക്കാര്യം പറഞ്ഞതാ. ഭാമ അപ്പം അതൊന്നും കൈക്കൊണ്ടില്ല, അതുകൊണ്ടാണ് ഞാൻ വിളിച്ച മോനെ അറിയിച്ചതെന്ന് പറയുമ്പം ഉടനെ തന്നെ ഭാമ പറയാ, മതി നിർത്ത് സച്ചി, ഇനിയിപ്പം ചന്ദ്രയൊന്നും പറയാൻ പോകണ്ട, നീ എനിക്ക് പറയാനുള്ള കാര്യങ്ങൾ ഞാൻ പറഞ്ഞോളാം എന്ന് പറയാം. എന്നിട്ട് നേരെ സിദ്ധാർത്ഥിൻ്റെ നേരെ ഭാമ തിരിഞ്ഞിട്ട് പറയാം, എടാ സിദ്ധാർത്ഥേ, നീ ഇനി ഇവിടെ ഒരു നിമിഷം നിൽക്കണ്ട. നീ എൻ്റെ കാര്യങ്ങൾ ചിന്തിക്കാനും എന്നെ അനുസരിപ്പിക്കാനും ഒന്നും വരണ്ട. എനിക്ക് ഇഷ്ടമുള്ള പോലെ ഞാൻ ഇവിടെ ജീവിച്ചോളാം. ദേ അമ്മ ഇവിടെ ജീവിച്ചിരിപ്പുണ്ടോ എന്ന് പോലും അന്വേഷിക്കാൻ നീ വരണ്ടാന്ന് പറയാം. അപ്പോൾ സിദ്ധാർത്ഥ് പറയാം, ഞാനാ വേണ്ടത്. നിങ്ങൾ മരിക്കുമ്പം കൊള്ളി വയ്ക്കാനേ ഞാനേ ഉള്ളൂ. അത് ചിന്തിച്ച് വേണം നിങ്ങൾ നിൽക്കാനെന്ന് പറയാം. അപ്പോൾ ഉടനെ സച്ചി പറയാം, അയ്യോടാ മോനെ, നീ ഇല്ലെങ്കിലും ഭാമാൻറ്റി മരിച്ച കൊള്ളി വെക്കാനും അവരുടെ കാര്യങ്ങൾ നോക്കാനും ഞാനിവിടെയുണ്ട്. ഞാനത് വളരെ ഭംഗിയായിട്ടങ്ങ് ചെയ്തോളാം. നിന്നെപ്പോലെയുള്ളവനൊക്കെ ഇല്ലാതിരിക്കുന്നത് തന്നെയാണ് നല്ലതെന്ന് പറയാം. അപ്പോൾ ഭാമയും പറയാം, അതേടാ ഇറങ്ങടാ എൻ്റെ വീട്ടിൽ നിന്ന്. നീ നിൻ്റെ കൂട്ടുകാരും ഇനി എൻ്റെ വീട്ടിൽ കയറി പോകരുത്. സ്വന്തം തള്ളയെക്കുറിച്ച് എന്താണെന്ന് അന്വേഷിക്കാതെ വൃത്തികേടും പറഞ്ഞ് അന്വേഷിച്ചുകൊണ്ട് എന്നെ നേർവഴിക്ക് നടക്കാത്താനാന്നും പറഞ്ഞ് ഭരിച്ചുകൊണ്ട് വരുന്നു. ഇങ്ങനെയൊക്കെ നിനക്ക് എന്നെക്കുറിച്ച് പറയാൻ തോന്നിയല്ലോടാ, ഇറങ്ങടാ എൻ്റെ വീട്ടിൽ നിന്ന് പറഞ്ഞ് സിദ്ധാർത്ഥിനെ ആട്ടി ഇറക്കി വിടുകയാണ് ഭാമ. അത് കഴിയുമ്പോഴത്തേക്കും ഭാമ ചന്ദ്രയുടെ നേരെ അങ്ങോട്ട് നോക്കുക. ചന്ദ്രയുടെ നേരെ നിൽക്കുമ്പം വേറൊരു കൂട്ടുകാരി ചന്ദ്രയുടെ ഉണ്ട് കേട്ടോ. അവരാണെങ്കിൽ പേടിച്ച് അവിടെ നിന്ന് ഇറങ്ങിപ്പോവുക. കാരണം ഇപ്പോൾ ഇവിടെ ഒരു ബഹളം ഉണ്ടാവും. ചന്ദ്ര എന്തായാലും ഭാമ പഞ്ഞിക്കിടുമെന്ന് മനസ്സിലാക്കിയിട്ട് അവരങ്ങ് പേടിച്ച് ആദ്യമേ മുങ്ങുവാണ്. അപ്പോഴേക്കും ഭാമ ചന്ദ്രയുടെ നേരെ തിരിയുക. എന്നിട്ട് ചന്ദ്രയോട് ചോദിക്കുക, എടി ചന്ദ്രേ, നിനക്ക് ഇങ്ങനെയൊക്കെ പറയാൻ തോന്നിയില്ലോടി എന്നെ? നിനക്ക് ഇത്രയും നാളായിട്ട് എന്നെ മനസ്സിലായില്ലല്ലോടി? നിന്നോട് കൂടി ചേർന്ന് നിൻ്റെ എല്ലാ കാര്യത്തിനും കൂട്ടു നിന്നല്ലേ നിൻ്റെ മൂത്ത മോന് പെണ്ണന്വേഷിക്കാനും അതുപോലെ നിൻ്റെ വീട്ടിലെ എല്ലാ കാര്യങ്ങൾക്കും നിനക്ക് സപ്പോർട്ടായിട്ട് നിന്നതല്ലേ? നീ ചെയ്യുന്നതൊക്കെ നെറികേടാണെന്ന് അറിഞ്ഞിട്ടും നിൻ്റെ കൂടെ നിന്നവളല്ലേ ഞാൻ. എന്നിട്ടാ എന്നോട് നീ ഇതൊക്കെ ചെയ്തല്ലോ. എൻ്റെ വീട്ടിൽ നിനക്ക് ഡാൻസ് പഠിപ്പിക്കാനും യോഗ പഠിപ്പിക്കാനും ഒക്കെ അവസരം ഉണ്ടാക്കി തന്നിട്ടില്ലേ ഞാൻ? എന്നിട്ടും നീ ഇപ്പം എന്നെ ചതിക്കുകയായിരുന്നല്ലേ? നിനക്ക് എന്നോട് ചോദിക്കായിരുന്നല്ലോ. ഇത്രയും വൃത്തികേട് നീ എൻ്റെ മോനെ വിളിച്ച് പറഞ്ഞ് കുത്തിത്തിരിപ്പുണ്ടാക്കി വിടേണ്ട കാര്യമില്ലായിരുന്നല്ലോ എന്ന് പറയുക. അപ്പോൾ ഉടനെ ചന്ദ്ര പറയുക, അത് ഭാമേ, അത് എൻ്റെ മനസ്സിൽ അങ്ങനെ ഒരു ചിന്ത വന്നപ്പം അതാ പറയണമെന്ന് തോന്നിയത് കൊണ്ട് ഞാൻ പറഞ്ഞു പോയതാന്ന് പറയുക. അപ്പം ഭാമ പറയണേ, ഇനി ഒരക്ഷരം ചന്ദ്രൻ നീ മിണ്ടരുത്. ഇനി നീയുമായിട്ട് എനിക്ക് ഒരു സൗഹൃദവും ഇല്ല, ഒരു ബന്ധങ്ങളും ഇല്ല. നിന്നോട് ഞാൻ ഒരുപാട് ആത്മാർത്ഥത കാണിച്ചു പോയതായി എനിക്ക് പറ്റിപ്പോയ തെറ്റ്. അതുകൊണ്ട് ദേ ഇനി നിൻ്റെ ഡാൻസ് ക്ലാസ്സും യോഗ ക്ലാസ്സും ഒന്നും എൻ്റെ വീട്ടിൽ വേണ്ട. നീ ഇനി എൻ്റെ വീടിൻ്റെ പടി കടക്കാൻ പാടില്ല. നിൻ്റെ വീടിൻ്റെ മുറ്റത്തേക്ക് ഞാനും വരുന്നില്ല.
നമ്മൾ തമ്മിൽ ഇനി ഒരു ബന്ധവും ഇല്ല. അത്രയ്ക്ക് ദുഷ്ടയാണ് നീ അത്രയ്ക്ക് വൃത്തികെട്ട മനസ്സുള്ള സ്ത്രീയാ. അതുകൊണ്ടാണ് നീ എന്നെ ഇങ്ങനെ ചതിച്ചത്, എന്നെക്കുറിച്ച് ഇങ്ങനെ മോശം പറഞ്ഞത്. ഇറങ്ങടി പുറത്തെന്ന് പറഞ്ഞ് ചന്ദ്രയെ ആട്ടി ഇറക്കി വിടുവാണ് ഭാമ. അപ്പോൾ സച്ചിൻ രേവതിയും പറയുന്നുണ്ട്, ഭാമാൻറ്റി അമ്മ പറഞ്ഞതിനൊക്കെ ഞങ്ങൾ ഭാമാൻറ്റിയോട് മാപ്പ് ചോദിക്കാമെന്ന് പറയാം. അപ്പോൾ പറയുന്നുണ്ട്, ഇല്ല, അവൾ പറഞ്ഞതിനൊന്നും എനിക്ക് മാപ്പില്ല. വേറെ ആര് പറഞ്ഞെങ്കിലും ഞാൻ ഇതൊക്കെ അംഗീകരിച്ചേനെ. പക്ഷേ ചന്ദ്ര, അവൾ എന്നോട് ചെയ്തത് എത്രമാത്രം മോശമാണെന്ന് സച്ചിക്ക് മനസ്സിലായില്ലേന്ന് ചോദിക്കുക. അപ്പോൾ സച്ചി പറയുന്നുണ്ട്, മനസ്സിലായി ഭാമാൻറ്റി, എല്ലാ കാര്യങ്ങളും മനസ്സിലായി. എൻ്റെ അമ്മ ഇങ്ങനെ ഒരു മനസ്സുള്ള സ്ത്രീയായി പോയല്ലോ എന്ന് പറയുകയാണ് കേട്ടോ. നമ്മുടെ വീഡിയോ ഇഷ്ടമായാലൊന്ന് ലൈക്ക് ചെയ്യണേ, ഹൈപ്പ് ചെയ്യണേ, ചാനൽ കൂടി ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. താങ്ക്